നോളസിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി. നമ്മൾ ആദ്യം കേട്ട ആ ശബ്ദത്തിന്റെ ഉടമയുടെ പുത്രനാണ്. പ്രിയമുള്ളവരെ, ഒരുപാട് പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ഇസ്തിഗാസ ചെയ്തു. മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാർ ബദരീങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗാസ ചെയ്തു. എന്നാൽ ഇവിടെ ഒരു നേതാവിന്റെ മകൻ പറയുന്നത്, നമുക്ക് പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടായപ്പോൾ നമ്മളതാ ബദരീങ്ങളോട് വിളിച്ചു പ്രാർത്ഥിച്ചു. നാളിതുവരെ പ്രാർത്ഥിച്ചു എന്ന് പറയാൻ മടിയുണ്ടായിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കാറില്ല എന്നാണ് പൊതുവെ പറയാറുള്ളത്. പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അടുത്തു നിന്നും അകലെ നിന്നും ഈ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾ ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടതാണ്. എവിടേക്കാണ് ഈ പോക്ക്? എവിടേക്കാണ് ഈ കൊണ്ടുപോകുന്നത്? അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യൂ, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന സാധാരണക്കാർ കേട്ടു നോക്കൂ. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു. ബദരീങ്ങളോടുള്ള സ്നേഹമാണോ പ്രിയമുള്ളവരെ ഇത്? ബദരീങ്ങൾ അള്ളാഹുവിനെ വിളിച്ചിട്ടാണ് നമുക്ക് കാണിച്ചു തന്നത്. എങ്കിൽ ആ ബദരീങ്ങളെ പിൻപറ്റുന്ന, അവരെ സ്നേഹിക്കുന്ന നമ്മൾ, നമുക്കൊരു പ്രതിസന്ധി വന്നാൽ ആ ബദരീങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനോടാണ് ഇസ്തിഗാസ ചെയ്യേണ്ടത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. അവർ നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുകയാണെങ്കിൽ അവർ ഹിദായത്തിലാകും. ആരാണ് നിങ്ങൾ? സഹാബികളാണ്. ബദരീകൾ അടങ്ങിയ സഹാബത്താണ് നിങ്ങൾ. അവരാരാണ്? ബാക്കിയുള്ള എല്ലാവരും നിങ്ങൾ വിശ്വസിച്ചതുപോലെ, നിങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ, നിങ്ങൾ ആരാധനാ കർമ്മങ്ങൾ നടത്തിയതുപോലെ, നിങ്ങൾ ആചരിച്ചതുപോലെ, അനുഷ്ഠിച്ചതുപോലെ അവരും വിശ്വാസ കർമ്മ ആചാരങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഇത് ഹിദായത്താണോ ദലാലത്താണോ? പ്രിയമുള്ളവരെ, നമ്മൾ പരിശോധിച്ചു നോക്കുക. ഇനി നിങ്ങൾ നോക്കൂ, മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല